മഴക്കാലത്ത് വെള്ളക്കെട്ടിക്കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം കൂടിയല്ല, നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റിക്കും കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ വരെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് വണ്ടി ഇറക്കാം എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ നോർമൽ ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ കോമ്പാക്ട് SUVs, സെഡാൻ അങ്ങനെയുള്ള വണ്ടികൾക്ക്, ഓഫ് റോഡിങ് വണ്ടികളുടെ കാര്യം ഞാനിതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുകയാണ്. അപ്പോൾ ബാക്കിയുള്ള നോർമൽ വണ്ടികൾക്ക് നമ്മുടെ ഈ കാണുന്ന വീലിൻ്റെ ഹാഫ് വരെ, ഓൾമോസ്റ്റ് ഹാഫ് വരെയാണ് സേഫ് ആയിട്ടുള്ള ആ ഒരു അളവെന്ന് പറയുന്നത്. ലക്ഷറി കാർസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ താന്നായിരിക്കും ബോഡി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാറിൽ നമ്മൾ ഈ കാണുന്ന ഡോറിൻ്റെ ഈ താഴ്ഭാഗം നോക്കണം, ഈ ലെവൽ. അപ്പോൾ ഈ കാണുന്ന ഈ ലെവലിന് താഴേക്ക് വേണം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് മേലേക്ക് നമ്മൾ വെള്ളമുള്ളടത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബിൻ്റെ അകത്തേക്ക് വെള്ളം കയറുകയും ചെയ്യും. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ അകത്തേക്കും വെള്ളം കയറും. ക്ലച്ചിൻ്റെ അകത്തേക്ക് വെള്ളം കയറുമ്പോൾ ചെറുതായിട്ട് സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോവസ്റ്റ് പോസിബിൾ ഗിയറിനകത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പതിയെ അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ നിർത്താതെ നേരെ എടുത്തുകൊണ്ട് പോകുക. ഇപ്പോൾ നമ്മൾ വെള്ളക്കെട്ടിക്കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് ഒരു 2 ആഴ്ചയൊക്കെ അനക്കാതെ കൊണ്ടിടരുത്. കാരണം നമ്മുടെ ബ്രേക്കിനകത്ത് തുരുമ്പ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഡ്രം ബ്രേക്ക് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ തുരുമ്പ് വരാനായിട്ട് പെട്ടെന്ന് ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ദിവസമെങ്കിലും ഒന്ന് അനക്കി വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റെഗുലർ ഓട്ടമുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവരുടെ കേസാണ് ഇപ്പോൾ പറയുന്നത്.